ഇത്തരം വളർച്ച കാണുമ്പോഴുള്ളൊരു അസൂയ തോന്നുന്നുണ്ടോ എന്റെ വളർച്ച? നാളെ റോണിച്ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോവും. ധ്യാൻ എന്ന് പറഞ്ഞ ഒരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം. വീക്കിലി സ്റ്റാർ എന്ന പേര് വിളിക്കുന്നുണ്ട്. അത് ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ രണ്ടാൾ അഭിനയിക്കാൻ റെഡിയാണ്. റോണിച്ചേട്ടനും വരുന്നില്ല, അതാണ് സത്യമായിട്ട് ചോദിച്ചു. 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ? അതെ, എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു, ചെയ്യുന്നു. ഇവന്റെ അത്രയും വരുന്നില്ല സത്യം. അല്ല, നമുക്കിതിപ്പോ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ധ്യാൻ എന്ന് പറയുന്നത് നടൻ ഒരു വർഷം ഒരു 13-15 സിനിമകൾ മിനിമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എടാ, ഈ കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതിൽ ഞാൻ നടിഗറിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിൽ 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണേ. അപ്പോൾ അതിനകത്ത് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു 3-4 സിനിമയുള്ളൂ ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 13-14 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ 4 എല്ലാം എൻ്റെ തലയിൽ ഇടരുത് കേട്ടോ. ഞാൻ ചോദിക്കുന്നവരോടാണ്, ഇപ്പം ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ധ്യാൻ ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവർക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. എനിക്കൊരു നടനെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു കാര്യം. ഇപ്പോൾ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു എങ്ങനെയായിരുന്നു? ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്? നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ധ്യാൻ്റെ ഇത്തരം വളർച്ച കാണുമ്പോഴുള്ളൊരു കാര്യം. അസൂയ തോന്നുന്നുണ്ടോ എന്റെ വളർച്ച? ഒരിക്കലും ഇല്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഇപ്പം ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ഓരോ ആക്ടേഴ്സ്, ഇപ്പം ഞാൻ ആസ് ആൻ ആക്ടർ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്തെന്നുള്ള ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ധ്യാൻ്റെ വിഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റ് കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവരുതെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ല. അതന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. അതിപ്പോ എന്നോട് ചോദിക്കുകയാണോ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ധ്യാൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യാണ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വരുവാടാ. നിന്റെ കഥയെല്ലാം കൊള്ളൂല്ലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ? ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ തിരിഞ്ഞു നോക്കും. ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതിലൊരു ബന്ധം. ഇനി നാളെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോവും. വരണ്ടേ?